ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ അരി കുതിർക്കാൻ വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 കിലോ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായി വാഷ് ചെയ്തിട്ട് 1 മണിക്കൂർ കുതിർക്കാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചിക്കനാണ്. അത് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഒരു ഫോർക്കോ കത്തിയോ ഉപയോഗിച്ചിട്ട് ചിക്കൻ ഉള്ളിലേക്ക് നന്നായി കുത്തി കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് മസാല നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചെറിയ ജീരകം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചിക്കൻ മാഗി ക്യൂബാണ്. അത് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പുള്ള കാരണം ചിക്കനിലേക്ക് ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യമുള്ളവർക്ക് ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണ് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. ഇത് വേണ്ടവർക്ക് ചേർത്താൽ മതി. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 250 ml ഒരു കപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നന്നായി എല്ലാ ചിക്കനിലേക്കും തേച്ച് പിടിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മന്തി മസാല കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്ത് 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ 1/2 മണിക്കൂറായപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറിച്ചിട്ട് കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് കൂടെ മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും ചോറിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഒരു 3-4 കഷ്ണം പട്ട, ഒരു 5 ഗ്രാമ്പു, ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കണം. അത് ഇതുപോലെ ഒരു ഹോളാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി വെള്ളം നന്നായി തിളച്ച് വരണം. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ചിക്കനും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ ചോറല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ വെള്ളവും 1 പിഞ്ച് കളറും കൂടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും മഞ്ഞൾപ്പൊടി മാത്രം യൂസ് ചെയ്താൽ മതി.
ഇനി 4 5 മുളക് എടുത്തിട്ട് ചോറിൽ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ചോറിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കനലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നത് ഒരു നല്ല സ്മോക്കി സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ട് നന്നായി കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായി മൂടി വെക്കുക. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്യാം. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇതിൻ്റെ മുകളിലത്തെ ആ പാത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് നന്നായി മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.